ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. ഇന്ന് നമുക്ക് എന്താ പറയുക, ശരിക്കും ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാനൊന്നും ഉദ്ദേശിച്ചാൽ ഇന്ന് എൻ്റെ ഒരു ഉഡായിപ്പ് എന്താ പറയുക, എന്താ പറയുക എൻ്റെ വീഡിയോയിലൊരു 100 പ്രാവശ്യം ഉണ്ടാവും. ഒരു ഉഡായിപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ എന്നുണ്ടത്. സാധാരണ കുഞ്ഞുങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അടുത്ത ദിവസം ഒന്നും ഉണ്ടാവില്ലല്ലോ. ചില ദിവസം രാത്രിയിൽ മാവരസം ഉണ്ടാവില്ല, ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഉഡായിപ്പ് റെസിപ്പിയാണ്. അതുകൊണ്ട് ശർക്കര അങ്ങോട്ട് എടുത്തങ്ങോട്ട് വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേനും അങ്ങോട്ട് ഉറുമ്പ് കയറി. ഒരു സാധനം തുറന്നു വെക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ച് മതി, നിങ്ങൾക്ക് രാവിലെ എത്ര വേണോ അതനുസരിച്ച്. ഇനി പ്രത്യേക ഒരു കണക്കൊന്നും പറയുന്നില്ല. ഒരു പൊടിക്കുപ്പ് കുറച്ച് മതി. ദോശയ്ക്ക് നമ്മൾ എടുക്കില്ലേ, അതുപോലെ ഗോതമ്പ് ദോശയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. രണ്ട് ഏലക്കായ ഒന്ന് പൊടിച്ച ഏലക്ക ഉണ്ടെങ്കിൽ അത്ര നല്ലത്. എന്തെങ്കിലും പൊടിച്ച ഏലക്ക ഇല്ല, അതുകൊണ്ട് ഞാൻ 2 ഏലക്ക വെറുതെ ഇട്ട് കൊടുക്കണം. ഈ പരുവം മതി, 2 ഈ പരുവം. ഒരു ഏത്തപ്പഴം 1 2 കേട്ടോ, നിങ്ങളുടെ ഏത്തപ്പഴത്തിൻ്റെ ഇതനുസരിച്ച് 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടിയൊന്നും അറിയില്ല. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റണം കേട്ടോ. ഇത് നിധിക്കുട്ടനാണെന്ന് ക്യാമറാമാൻ ബാക്കിൽ നിന്ന് കാണിക്കാം ഇങ്ങനെ ഹസ്കി സൗണ്ടിലൊക്കെ ചോദിക്കും. നമുക്ക് സ്റ്റൈലായിട്ട് ഈ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് അരിയണമെങ്കിൽ അങ്ങനെ അരിയാം കേട്ടോ. ഇനി ഒരു പാൻ, ഇത് കത്തിക്കുന്നു, പാൻ എടുക്കുന്നുണ്ട്. അല്പം നെയ്യ് തടയാൻ വേണ്ടി നമ്മുടെ മാവ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പോലെ റൗണ്ടാക്കി ചുറ്റിച്ചു കൊടുക്കും. ഇതിലും കുറച്ച് നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് തീരാറെ പുതിയത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ശർക്കര അതിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ ചിരകിയത് നമ്മളിങ്ങനെ ഇട്ട്, നമ്മൾ പണ്ട് ഉണ്ടാക്കുന്ന മടക്ക്, ഇത് ഞാനൊരു ഇവരുടെ സ്ഥിരം എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടത്. അന്ന് ചിലപ്പം തേങ്ങയൊന്നും ഉണ്ടാവില്ല, ചിലപ്പം ശർക്കര മാത്രമായിരിക്കും. അതൊക്കെ നമ്മുടെ സൗകര്യവും ഇതൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് മാറും അല്ലേ നോക്കട്ടെ. പിന്നെ നിധിക്കുട്ടൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവൾക്ക് ഈ ഏത്തപ്പഴം ഇങ്ങനെ ഇതിനോട് കൊലച്ചെന്ന് കുറച്ച് അലർജിയാണ്. പക്ഷെ അലർജി എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഏത്തപ്പഴം ഇങ്ങനെ വെട്ടി നമ്മൾ അല്ല, പക്ഷെ എങ്ങനെ കഴിക്കുക നിധിക്കുട്ടനെ കഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം ഞാനിങ്ങനെ വെറുതെ സ്ലൈസ് ആക്കിയിട്ട് അതിങ്ങനെ ഫോർക്കിൽ ഇങ്ങനെ കുത്തി വായിക്കാത്തോട്ട് വെച്ച് കൊടുക്കണം. അപ്പം നിധിക്കുട്ടൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തുറന്ന് അങ്ങനെയാണ് നിധിക്കുട്ടൻ്റെ ഏത്തപ്പഴം തീറ്റി. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. സഹോദരങ്ങളെ ഇട്ട് കൊടുക്കുന്നു. ഒന്ന് അടച്ചു വെക്കുവാണേ. ഇത് ഇളകി വരുമോ നിങ്ങൾ അതോട്ട് പോയി. നമ്മുടെ മെൽറ്റ് നിധിമോളുടെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചുകൂടെ ഇടാൻ പറഞ്ഞിട്ടോ. ഇനി നമുക്കിത് ഒരു സൈഡിൽ ഇങ്ങനെ മെല്ലെ ചുരുട്ടി കൊടുക്കാം. നമ്മുടെ ചുരുട്ട് പോയാൻ എൻ്റെ ചുരുട്ട്. ഞാൻ ഒരു നിമിഷം ക്യാമറയിലോട്ട് നോക്കിയതാണ്. നെയ്യ് മറ്റേ ഒരു ഇതുണ്ടല്ലോ കോമഡി ഇതില്, നമ്മുടെ മറ്റേ പുള്ളി പറയാ, അന്ന് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു, നമ്മുടെ വിദുര തങ്കച്ചനല്ലേ, നെയ്യ്. നമുക്ക് നമ്മുടെ ജാഗരി ഇട്ട് കൊടുക്കാം. ജാഗരി ടമാർ പടാറില്ലാന്ന് തോന്നുന്നല്ലേ, ആ ഒരു ജാഗരി ഇട്ട് കൊടുക്കാം. തേങ്ങ സ്പ്രിങ്കിൾഡ് തേങ്ങ, ഇതിന് സ്പ്രിങ്കിൾ ചെയ്യാനല്ലേ പറയാ. ഓക്കെ, സ്പ്രിങ്കിൾ
മാറ്റി നമ്മുടെ സ്വതസിദ്ധമായ ശൈലി. ഏത്തപ്പഴം, ഈ ഏത്തപ്പഴവും തേങ്ങയും ശർക്കരയും കൂടെ വെറുതെ തിന്നെ. തേങ്ങ എടുക്കണം. ഏത്തപ്പഴവും എന്താ ഇല്ലടി, ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയും കൂടെ വെറുതെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും അടച്ചു വെച്ചു. ഇത്തിരി തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് ഇതിക്കുട്ടന് കൊടുക്കാം. ഡാനോ വരും തോന്നുന്നു. എടാ, നിനക്ക് ഇത് വേണോ? ഏത്തപ്പഴവും ശർക്കര കൊള്ളാന്നടാ. കൈ പറിച്ചു നോക്കട്ടോ. ശർക്കര വേണോ? അതെ, കഴിച്ചാലെന്താ ചോദിക്കും. പെട്ടെന്ന് എടുത്ത് കിറക്കാൻ എന്താ? നീ രാവിലെ സ്കൂളിൽ പോകുമ്പോ എങ്ങനെ രാവിലെ സ്കൂളിൽ പോകുമ്പോ ഇവിടെ കാണുന്ന ദാനപ്പം തന്നെ കഴിക്കും. അത് എല്ലായിടത്തും അങ്ങനെയാന്ന് തോന്നുന്നു. എങ്ങനെയായാലും എങ്ങോൻ തന്നെ ആയിരിക്കും. ഇതെൽഡോ പോനാണ്. എനിക്ക് സമയം ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ വാരി കൊടുക്കണം. എന്റെ സാധനം കരിഞ്ഞു എന്തോ. ഇതൊരു പ്രതിഭാസമാണ്. ഒന്ന് കാണിച്ചു നമ്മളെ. അതെന്തോ ഒരു 100 പ്രാവശ്യം തുറന്നിങ്ങനെ അടയ്ക്കാം. എല്ലായിടത്തും അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു 100 പ്രാവശ്യം ഉണ്ടല്ലേ. 100 പ്രാവശ്യം തുറന്നടയ്ക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഹോബി. നമുക്ക് റോൾ ചെയ്തെടുക്കാം കേട്ടോ. 4 ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. 3 ഐസ്ക്രീം. എന്റെ അമ്മയുടെ മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്ന് ചോദിക്കാം, അടി കാരണം ഞാനിത് കാണിക്കാൻ പറഞ്ഞു. നിങ്ങളെന്താ 4 മണിക്കുള്ള ചായയുടെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ മടക്ക് പലഹാരം. അത് ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പൊ വാപ്പൻ അപ്പൊ അവിടെ ക്യാമറയുടെ ബിഹൈൻഡ് ക്യാമറയാണ് കട്ട് ചെയ്ത് കത്തി മുറിക്കാൻ പറ്റാത്ത കത്തി. ഇതുമോളൊക്കെ പിന്നെ ഇത് സ്ഥിരമായി കഴിക്കുന്നവരായോണ്ട് അവിടെ ഇതിലാണ് സാധാരണ. ശർക്കരയും തേങ്ങയും പഴവും നെയ്യും ഏലക്ക അല്ലാണ്ട് ഇട്ടങ്ങനെ നെയ്യുണ്ട്. നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആക്കാം. 4 മണി. നമുക്ക് 4 മണിക്ക് എന്ത് നമ്മൾ കഴിക്കുന്നത്? ചായയുടെ കൂടെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റിയ സാധനം. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് വെക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ചായ. ഇലയ്ക്ക് വന്നോ? അതൊക്കെ കഴിക്കും. നല്ല ഇലയ്ക്ക് നല്ലതാ. ആദ്യം കുഞ്ഞു കത്തി വേണോ? ഈ പാത്രത്തിലോട്ട് വെച്ചോ. വലിച്ചെടുത്തോളാം. അല്ല, അതങ്ങ് എടുത്തോ കുഞ്ഞ്. ഫുള്ളായിട്ട് ഇതങ്ങ് എടുത്തോ കുഞ്ഞ്. അതങ്ങെടുത്തോ. അപ്പൊ ഇനി ഞങ്ങൾ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അടുത്ത വീഡിയോസ് എല്ലാരും കാണണം. പിന്നെ എന്താടി ഇവിടെ ഏലക്ക ഒരു ഏലക്ക ഒരു ചെറിയ സാധനം. ഞാൻ അവിടെ നിധിക്കുട്ടന് എല്ലാ മൈന്യൂട്ട് സാധനങ്ങളും കിട്ടുന്നത് നിധിക്കുട്ടനാണ്. അത് കറക്റ്റ് ആണ്. എന്തൊരു സാധനവും ഭക്ഷണത്തിലുണ്ടെങ്കിൽ അതങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏലക്ക നല്ല തിന്നത്തില്ല. അത് നിധിക്കുട്ടൻ അത് കണ്ടുപിടിക്കും. അതാണ് നിധിക്കുട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാനല്ല ദൈവമായിട്ടുണ്ട് എപ്പോഴും ഉള്ളതാണ്. അപ്പം എല്ലാവർക്കും എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും എന്ന് വിശ്വാസത്തോടെ ടാറ്റ. ഞങ്ങൾ ചായ കുടിക്കട്ടെ. എൻ്റെ ഏറ്റവും എന്താ പറയാ ഇഷ്ടപ്പെട്ട സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാരോടും ഇരുന്ന് ചായ കുടിക്കുന്ന അളിയൻസ് ആണ് കേട്ടോ. അളിയൻസ് എന്റെ സിറ്റ്കോമില്ലേ, അളിയൻസ് ആണ് മെയിൻ. ഞങ്ങളുടെ ഒരു അളിയൻസ് കണ്ടോടെ ഞങ്ങൾ 4 പേരോട് ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാവും. അത് ശരിക്കും വൺ ഓഫ് ദി ബെസ്റ്റ് ടൈമാണ്. എനിക്ക് ഇഷ്ടമുള്ള സമയമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വൺസ് അഗൈൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ടാറ്റ. അപ്പൊ ടാറ്റ പറഞ്ഞില്ല. ടാറ്റ പറഞ്ഞു.